ഇന്ന് ഒരു ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഫിഷാണ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വരഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഈ മീനും വരയാം. ഇതൊരു 1/2 കിലോ ഉണ്ട്. അപ്പോൾ 1/2 കിലോയുടെ കണക്കാണ്. ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ ദശയുള്ള ഏത് ഫിഷ്, വലിയ ഫിഷ് തന്നെ വേണമെന്നില്ല, ഫിഷ് ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വരയാം. അപ്പോൾ നമുക്കിത് വരഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൂട്ടുകൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിങ്ങനെ വരയുമ്പം കുറച്ച് ഉള്ളിലായിട്ട് ദശയോട് കൂട്ടി വേണം ഇങ്ങനെ വരയാനായിട്ട്. ഓക്കെ, നമുക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാനുള്ള മസാല ഉണ്ടാക്കാം. അതിന് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂണ്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുരുമുളക് പൊടി, ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടാം. നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് റോക്ക് സോൾട്ടാണ്. അത് പിടിക്കാനുള്ള ഇച്ചിരി കൂടുതൽ ഉപ്പ് ചേർക്കണം. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ആപ്പിൾ സൈഡർ വിനെഗറാണ്. സാധാരണ എല്ലാവരും ചേർക്കുന്നത് ഇതിന് പുളി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നാരങ്ങയാണ്. ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനെഗർ ഒരു ടേബിൾ സ്പൂൺ. ഇതൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ചുള്ള നമ്മളിത് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ കൂട്ട് വിനാഗിരി ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത്രയും കൂടെ വിനാഗിരി നമ്മൾ ഒഴിക്കണം. ഇപ്പോൾ ഇതിൽ തേച്ച് പിടിപ്പിക്കുന്ന ഇപ്പോൾ ഇങ്ങനെ തേക്കുമ്പം തേച്ച് നന്നായിട്ട് പിടിക്കണം. ഓക്കെ, ഇത് കറക്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഫിഷിലോട്ട്. അപ്പോൾ നമ്മൾ ഈ വരഞ്ഞെടുത്തൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിക്കാം. എരിവ് വേണ്ടവർക്ക് എരിവുള്ള മസാല മുളക് പൊടി യൂസ് ചെയ്യാം. കാന്താരി വേണമെങ്കിൽ കാന്താരി അരച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്തും നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ആവശ്യമുള്ളവർക്ക് തല ഇടാം, മീൻസ് വെക്കാം. എനിക്ക് തലയും കൂടെ കൂട്ടിയാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ചിലർക്ക് തല ഇഷ്ടമില്ലായിരിക്കും. എനിക്ക് തല വെച്ചാണ് ഞാൻ ഗ്രില്ല് ചെയ്യാറ്. ഓക്കെ, ഇങ്ങനെ നമ്മൾക്ക് രണ്ടും തേച്ച് നമ്മൾ വെച്ചു. ഉപ്പൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, നോക്കിയിട്ട് അതിൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾ തേക്കുക. അപ്പം നമുക്കിത് രണ്ടും ഒന്ന് തേച്ച് പിടിപ്പിക്കും. ഇവിടെ രണ്ടും നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, നല്ലതായിട്ടൊക്കെ പിടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോഴേ നമ്മളിത് ഗ്രില്ല് ചെയ്യുവാണെങ്കിൽ അത് മീനിൻ്റെ അതൊന്നും നമ്മുടെ മസാല പിടിക്കത്തില്ല, അത് നമുക്കൊരു ടേസ്റ്റും കാണത്തില്ല. ഓക്കെ, ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രീസറിൻ്റെ താഴത്തെ സ്മോൾ ഫ്രീസറിലാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് ഇനി ഇരിക്കട്ടെ. ഞാൻ നമ്മുടെ മീൻ 20 മിനിറ്റായി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അത് ഗ്രില്ല് ചെയ്യാൻ നോക്കാം. ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്, CVSയുടെ ബ്രാൻഡ് വെളിച്ചെണ്ണ. ഞാൻ ഷെഫ് ലൈനിൻ്റെ ഗ്രില്ലിംഗ് പാനിലാണ്. അപ്പോൾ ഇതിനകത്ത് അധികം എണ്ണ ആവശ്യമില്ല. അപ്പം ഞാൻ ഓൾറെഡി തവ നന്നായിട്ട് ചൂടാകാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒന്ന് ഇതിനകത്ത് പറ്റട്ടെ. വെള്ളമുണ്ട്, പറ്റട്ടെ. ഈ ഗ്രില്ലിംഗ് പാനാകുമ്പോൾ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല. നന്നായിട്ട് തന്നെ നമ്മുടെ ഫിഷ് ഗ്രില്ലായിട്ട് കിട്ടും. അപ്പം ഇത് നമുക്ക് നാട്ടിൽ എനിക്ക് തോന്നും ഒരു 10-500 മാക്സിമം ആവുമായിരിക്കും. ഇത്
ഞാനിവിടെ ലുലുന്ന് മേടിച്ചതാണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം ഒഴിക്കാൻ. ബിക്കോസ് നമ്മൾ എല്ലായിടത്തും മീൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്താണ് വെക്കുന്നത്. ഇത്രയും എണ്ണയുടെ ആവശ്യമുള്ളൂ. ഒത്തിരി നമ്മൾ നിറച്ച് ഒന്നും എണ്ണ വേണ്ട. ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയാപ്പില നമുക്ക് ആ പച്ച നിറം പോകാതെ പാടാതിരിക്കാൻ വേണ്ടിയാണ്. അത് മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇതളുകളാക്കി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് നേരത്തെ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൽ വിതറണം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ പാൻ മിക്കവാറും ഇത്രയും വലിയ ടൈപ്പ് ഫ്രൈ പാൻ മേടിച്ചാൽ നമുക്ക് ഫുള്ളായിട്ടുള്ള മീന് ഇട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതില്ലാത്തവർക്ക് നടുവേ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. നമുക്ക് ഈ കരിയാപ്പില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും ടേസ്റ്റുമാണ് ഈ കരിയാപ്പില ഇങ്ങനെ ഇടുമ്പോൾ വരുന്നത്. അടച്ചു വയ്ക്കാം. നമുക്ക് തീ സിമ്മിലിട്ട് ആണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് സിമ്മിൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കരിയാപ്പില ഇട്ടപ്പോൾ. അപ്പോൾ ഒന്ന് വേകാൻ വേണ്ടി വയ്ക്കും. ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് നോക്കാം. ആയിട്ടില്ല, നല്ല മണം വരുന്നുണ്ട് കരിയാപ്പില ഉള്ളതുകൊണ്ട്. അതായത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്, എല്ലാ സൈഡിലും വേവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എണ്ണയൊക്കെ അതുപോലെ തന്നെയുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ ഈ സിമ്മിൽ തന്നെ വെച്ച് അടച്ച് വെച്ച് കഴിക്കാം. ഓക്കെ, നമുക്ക് 10 മിനിറ്റായി തുറന്ന് നോക്കാം. നമ്മുടെ ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് നോൺ സ്റ്റിക്ക് ആണല്ലോ, അപ്പം അതുപോലത്തെ ഒരു സ്റ്റിക്ക് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു സൈഡ് പതുക്കെ ഇളക്കി വേണം എടുക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കുക. ഓക്കെ, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇളക്കുമ്പം പതിയെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രില്ലായ ഫിഷ് ഉണ്ടല്ലോ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതുണ്ടോ എണ്ണയൊക്കെ അതുപോലെ തന്നെ, അധികം എണ്ണയൊന്നും ആയിട്ടില്ല, അതുപോലെ തന്നെ എണ്ണയുണ്ട്. ഓക്കെ, നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ ഇനിയും ഇങ്ങനെ തന്നെ വെച്ച് ഈ എണ്ണ ഈ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ്. സിമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഈ പാനിൽ തന്നെ കുറച്ച് നേരം വെക്കാം, ഒരു 10 മിനിറ്റ് കേട്ടോ. അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രില്ല് ചെയ്തിരിക്കുന്ന പാൻ നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടാവും. അപ്പം നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് കണ്ടോ, എണ്ണയൊക്കെ അതുപോലെ തന്നെ കാണാൻ പറ്റും. ഇത്രയും ആ എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചുള്ളൂ, അത് കൂടുതൽ എണ്ണയൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. കുറഞ്ഞ് തന്നെ ഇരിക്കട്ടെ. തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എപ്പോഴും അത് പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന മീൻ പൊടിഞ്ഞു പോകും. അപ്പം നമുക്ക് 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട്, 2 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഈ തവയൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന്
സെർവ് ചെയ്യാം. ചൂടോട് തന്നെ ഇത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൊടുക്കാനും മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ. വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇത്ര നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അത് തന്നെ കണ്ടോ, ആ അരപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. പിള്ളേർക്കായാലും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഗാർണിഷും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് അതിൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.